ആ നാശം പിടിച്ചവൻ അവൻ തൊലഞ്ഞു പോവും. അവൻ ഈ ഇലക്ഷനിൽ തോറ്റു തുന്നം പാടി എന്റെ മുന്നിൽ വന്ന് നിൽക്കും. നീ കണ്ടോ പ്രതാപ? ആ, അംബിക മാഡം പറഞ്ഞത് ശരിയാവൂല്ലോ. ദേ ഗൗളിയും ചലിച്ചു. എന്തിനാവും പ്രതാപേട്ടൻ പവിത്രയെ കാണുമെന്ന് ആഗ്രഹിക്കുന്നത്? എന്താവും അദ്ദേഹത്തിന് പവിത്രയോട് പറയാനുണ്ടാവാ? ചേച്ചി ഇങ്ങനെ ടെൻഷനാവില്ലേ? ചേച്ചി വിചാരിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. വർമ്മ സാറിനെ പരിചരിച്ചതിനുള്ള നന്ദി സൂചകമായിട്ട് മാത്രമായിരിക്കും. ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലെന്നാ തോന്നുന്നത്. നമുക്ക് ഋതുമോളോടൊന്ന് സംസാരിച്ചു നോക്കിയാലോ? എന്തിന്? അവള് ബ്ലോക്ക് ചെയ്തിട്ട് പോയ നമ്പറിൽ നിന്ന് കോള് വന്നേന്ന് ഞാൻ എങ്ങനെ അവളോട് പറയും? ചേച്ചി സമാധാനിക്ക്. നമുക്ക് എന്തേലും ഒരു പരിഹാരം ഉണ്ടാക്കാന്നേ. നോക്കടാ, അവള് നിന്റെ മുറപ്പെണ്ണ്. ആ, അനന്തമിള്ളയാ. പറയൂ. എല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ എനിക്ക് അയാളെ കിട്ടണം. ആ വേല നടക്കില്ല. റിസൾട്ട് വരുമ്പോ അയാളെ തരാം. എടാ മോനെ ദീപക്കേ, അങ്ങനെ അവള് നമ്മുടെ വഴിയിലേക്ക് വന്നു. വേഗം മന്ത്രിയാവാനുള്ള കുപ്പായ തയ്പ്പിച്ചോ. Mary's my child, Jesus Christ, was born on Christmas Day. On Christmas Day, man will live forevermore because of Christmas Day. ശേഖരേട്ടാ, എന്താ ചായ? നീ ചായ കുടിച്ചോ യാമിനി? കുടിച്ചു. മോള് വിളിച്ചായിരുന്നോ? ആ, വിളിച്ചിരുന്നു. ശേഖരേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പരാതിയും പറഞ്ഞു. അയ്യോ, ചൂട് ചായ സൂക്ഷിച്ചു കുടിക്കണേ, നാവ് പൊള്ളും. ഇതിലും വലിയ പൊള്ളുന്ന ചൂടായിരിക്കും ഇന്ന് പോളിംഗ് ബൂത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അവരെവിടെ? ആ അഭിനയ പ്രതിഭയായ നമ്മുടെ ചേച്ചി. അത് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. ആ, സൽപുത്രന് വോട്ട് കിട്ടാനായി നേർച്ച നേരാനായിരിക്കും. ഇനി ഇങ്ങോട്ട് കയറി വന്നു പാവ ഏട്ടനെ പറ്റിച്ചുള്ള ആ പെർഫോമൻസ് ഉണ്ടല്ലോ, അതിനു മുമ്പ് ഞാൻ ഇറങ്ങുക. അയ്യോ, ഞാനത് മറന്നു. ശേഖരേട്ടനോട് വെയിറ്റ് ചെയ്യാൻ പ്രതാപേട്ടൻ പറഞ്ഞിരുന്നു. ആണോ? ഞാനങ്ങ് ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു. ഇനിയിപ്പോ വെയിറ്റ് ചെയ്യാം. ഋതു, എന്താ എന്താ രാവിലെ മുഖത്ത് ഒരു പ്രസാദമില്ലാതെ നിൽക്കുന്നത്? ഒന്നുമില്ല രാജു. ടെൻഷനാണോ? എന്തിന്? അല്ല, ഇന്ന് നടക്കുന്ന വോട്ടിങ്ങിനെ കുറിച്ചുള്ള ടെൻഷനാണോന്ന്? എനിക്കങ്ങനെ ടെൻഷനൊന്നുമില്ല രാജു. എന്നിട്ടാണോ ഇന്നലെ രാത്രിയില് വളരെ രഹസ്യമായി അടിയന്തര മീറ്റിംഗ് ഒക്കെ നടത്തിയത്? അല്ല, അത് രാജു എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിയാതിരിക്കൂ ഋതു. മീറ്റിംഗിൽ എന്താണ് ഉണ്ടായതെന്നും ഞാൻ എന്താ പറഞ്ഞതെന്നും രാജു അറിഞ്ഞോ? അതൊക്കെ അറിഞ്ഞു. പ്രവർത്തകരിലെ മുതിർന്ന നേതാക്കൾക്ക് ഋതുവിന്റെ വക കലക്കൻ ഒരു മോട്ടിവേഷൻ സ്പീച്ച് കൊടുത്തുന്ന് ഞാൻ അറിഞ്ഞു. ഹലോ, വർമ്മ സാറേ, പവിത്രയാ. പറഞ്ഞോളൂ. ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പില് വർമ്മ സാറിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വിജയം വർമ്മ സാറിന് തന്നെ ആയിരിക്കും. താങ്ക് യു വെരി മച്ച്. ആരാണ് ഏട്ടാ ഫോണില്? അത് എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. ശേരാ, വിജയാശംസകൾ അറിയിക്കാൻ വിളിച്ചതായിരിക്കും അല്ലേ?
അതെ അതെ. ആ മോനെ പ്രതാപ, നീ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നോ? അതെ ചേച്ചി. ഋതുമോൾ ഇവിടെ വീട്ടിൽ പൂജ ചെയ്തതേ ഉള്ളൂ. രാവിലെ നേരത്തെ ഉണർന്നിരുന്നുവെങ്കിൽ ഞാൻ ക്ഷേത്രത്തിൽ വിളിച്ചോണ്ട് പോവില്ലായിരുന്നോ? ഞാൻ അതിരാവിലെ തന്നെ ഉണർന്നിരുന്നു. പൂജാമുറിയിലായിരുന്നു. കണ്ടോ പ്രതാപ, ഋതുമോൾക്കേ ഇപ്പോഴും എന്നോട് മനസ്സിൽ വൈരാഗ്യ. ദീപക്കെന്ന എന്റെ തല തെറിച്ച സന്തതി കാരണേ ഞാൻ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾക്കും അവഗണനകൾക്കും ഒരു അവസാനം ഇല്ലല്ലോ ഭഗവാന്. ഉഫ്, ആ നാശം പിടിച്ചവൻ അവൻ തൊലഞ്ഞു പോവും. അവൻ ഈ ഇലക്ഷനിൽ തോറ്റു തുന്നം പാടി എന്റെ മുന്നിൽ വന്ന് നിൽക്കും. നീ കണ്ടോ പ്രതാപ? ആ അംബിക മേഡം പറഞ്ഞത് ശരിയാവുമല്ലോ. ദേ ഗൗളിയും ചലച്ചു. എന്തിനാ വെറുതെ നല്ലൊരു ദിവസമായിട്ട് അവനെ കുറിച്ച് സംസാരിക്കുന്നത്? ജയവും തോൽവിയൊക്കെ തീരുമാനിക്കേണ്ടത് ജനങ്ങളല്ലേ. അത് അവർ തീരുമാനിച്ചോളും. അതെ പ്രതാപ. മോനെ, ദാ പ്രസാദം. ഇത് ചേച്ചി നെറ്റി തൊട്ട് തരുന്നതോടെ നിന്റെ എല്ലാ വിഷമങ്ങളും മാറും. ഏയ് അംബിക മേഡം, ഇപ്പൊ തന്നെ വർമ്മ സാറിന്റെ നെറ്റിയില് ചന്ദനം ഉണ്ടല്ലോ. ആ പ്രസാദം സൂക്ഷിച്ചു വെച്ചേക്ക്. പിന്നീട് വർമ്മ സാറിനെ തൊടിയിക്കാം. അതുപോലെ. ആ മതി. പക്ഷേ ഇന്ന് തന്നെ തൊടിയിക്കണം. അതുറപ്പല്ലേ? ആ രാജു, എങ്കിൽ നമുക്ക് ഇറങ്ങാം. ആ ഇറങ്ങാം സാർ. ശരാ. അച്ഛാ, എന്താ മോളെ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മോളെ. ഞാനാട്ടെ. രാജു വാ. ആ ദൈവമേ, എന്റെ മകൻ തന്നെ ജയിക്കണേ. അല്ല, ചേച്ചി ആർക്കാ വോട്ട് ചെയ്യാൻ പോകുന്നത്? ഏ അല്ല, അതെന്ത് ചോദ്യം? ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത് പ്രതാപന്. ആ മാറിയത് മോളെ. ചെറിയമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. മോൾക്കെന്തൊരു വിഷമം പോലെ. ഒന്നുമില്ല ചെറിയമ്മേ. ചെറിയമ്മയ്ക്ക് തോന്നുന്നതാവും. വാ. അവളുടെ ഒരു ചോദ്യം. ഇന്നത്തെ ദിവസം ഒന്ന് കഴിയട്ടെടി യാമിനി. ഇത് പ്രതാപവർമ്മയുടെ ദിവസമല്ല, എൻ്റെ മകൻ ദീപകിന്റെ ദിവസമാണ്. അതിനുള്ളതെല്ലാം എൻ്റെ മകൻ ഒരുക്കിയിട്ടുണ്ടാവും. ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ച ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ ശ്രീ വിജയിക്കും. അതിലൊരു സംശയമില്ല.